ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ചാനൽ. അപ്പോൾ ഞാൻ റീസെൻ്റ്ലി നമ്മുടെ ആപ്പിൾ വാച്ച് അൾട്ര വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ഇത് ഞാൻ ആക്ച്വലി ആമസോണിൽ നിന്ന് വാങ്ങിച്ചതാണ്. അപ്പോൾ ആമസോണിൽ നമുക്ക് ആപ്പിൾ വാച്ച് അൾട്ര 1 63,990 പ്രൈസിൽ അവൈലബിൾ ആണ്. നിങ്ങൾക്കറിയാം അൾട്ര 1 ഉണ്ട്, അൾട്ര 2 ഉണ്ട്, ലേറ്റസ്റ്റ് അൾട്ര 2 ആണ്. പക്ഷേ ഒരു ഡിഫറൻസും ഇല്ല. 10-20,000 രൂപ കൂടുതലാണ്. വെറുതെ ചുമ്മാ പുതിയ അതും കാണാനും ഡിഫറൻസും ഇല്ല. അതാണ് വിറ്റ്. ഉള്ളിൽ നമുക്ക് S9 പ്രൊസസർ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ഫിംഗർ കൊണ്ടാക്കുന്ന ആ ഒരു ഫീച്ചർ വന്നിട്ടുണ്ട്. പക്ഷേ ആ സാധനം ഇതിലുണ്ട്. നമുക്ക് വേണമെങ്കിൽ അക്സസിബിലിറ്റി പോയിട്ട് എനേബിൾ ചെയ്യാം. അത് മാത്രമല്ലാണ്ട് പിന്നെ ബ്രൈറ്റ്നസ് കൂടിയ ഡിസ്പ്ലേ, അല്ലാണ്ട് ഒരു ഡിഫറൻസും ഇല്ല കേട്ടോ. അപ്പോൾ ഒരിക്കലും നമ്മുടെ അൾട്ര 2 വാങ്ങിക്കരുത്. 20,000 രൂപയ്ക്ക് നിങ്ങൾക്ക് വേണമെങ്കിൽ എക്സ്ട്രാ അവരുടെ ഒരു നമ്മുടെ എന്താ പറയുക, എന്താണ് ഈ സാധനത്തിൻ്റെ പേര്, TWS വാങ്ങിക്കാം. അപ്പോൾ വെറുതെ ആ കാശ് വെറുതെ കളയരുതിട്ടാ. ഒരു ഡിഫറൻസും ഇല്ല. ഞാൻ ആക്ച്വലി ഇത് വാങ്ങിച്ച് എനിക്ക് 30,000 രൂപയ്ക്ക് എൻ്റെ കയ്യിൽ നിന്ന് പോയുള്ളൂ. എന്ന് വെച്ചാൽ എൻ്റെ ഓൾറെഡി 30,000 രൂപ നമ്മുടെ ആമസോൺ പേ ബാലൻസ് ഉണ്ടായിരുന്നു. അതെങ്ങനെയാണ് കിട്ടിയെന്നൊക്കെ നമ്മൾ അതിൻ്റെ വീഡിയോ, ഞാൻ മെയിൻ ചാനലിൽ ഇതിൻ്റെ വീഡിയോസ് ഉണ്ട്. നമ്മൾ ആക്ച്വലി എന്താ പറയുക, നമ്മുടെ ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ചൊരു ക്യാഷ് ബാക്ക് കിട്ടിയതാണ് നമ്മൾ ഉപയോഗിച്ചത്. അത് മാത്രമല്ല, ഞാൻ ഈ 30,000 ഉപയോഗിച്ചത് നമ്മുടെ എന്താ പറയുക പാർട്ട് ടൈം ജോബ് ചെയ്തിട്ട്, അതായത് ട്രേഡിങ് ചെയ്തിട്ട് അതിൻ്റെ പ്രോഫിറ്റ് എന്ന് എടുത്തിട്ടാണ് വാങ്ങിച്ചത്. അപ്പോൾ കയ്യിൽ നിന്ന് അപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ സംഭവം നമ്മൾ പാർട്ട് ടൈം ജോബായിട്ട് വാങ്ങിച്ചു എന്ന് വേണമെങ്കിൽ പറയാം. നമ്മുടെ എന്താ പറയുക, നമ്മുടെ മെയിൻ ജോബ് എന്നുള്ള കാശ് എടുക്കാണ്ട് നമ്മൾ മറ്റു വാങ്ങിച്ചത്. കുറെ പേർക്ക് ഗാഡ്ജറ്റ്സ് വാങ്ങിക്കണം, ഇലക്ട്രോണിക്സ് വാങ്ങിക്കണം എന്നൊക്കെ ഒരു ഇതുണ്ടായിരിക്കുമല്ലോ. എനിക്ക് ഗാഡ്ജറ്റ്സ് ഭയങ്കര ഭ്രാന്തുള്ള ഒരാളാണ്. അപ്പോൾ ഞാൻ ഇഷ്ടം പോലെ വാങ്ങിക്കാറുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ്. അപ്പോൾ ഞാൻ ട്രേഡിംഗ് റെക്കമെൻഡ് ചെയ്യുന്നില്ല. അറിയാത്തവരെ ചെയ്യാൻ പോയി കഴിഞ്ഞാൽ പണി കിട്ടും. അപ്പോൾ അത് റെക്കമെൻഡ് ചെയ്യില്ല. നിങ്ങൾക്ക് എന്ത് പാർട്ട് ടൈം ജോബ് ആണെങ്കിൽ ചെയ്യാം. നമ്മൾ പാർട്ട് ടൈം ജോബിന്റെ വീഡിയോസ് ഒക്കെ മുമ്പ് ചെയ്തിട്ടുണ്ട്. നിങ്ങളുടെ മെയിൻ ചാനലിൽ പോയിട്ട് നിങ്ങൾക്ക് തപ്പിക്കഴിഞ്ഞാൽ കിട്ടൂട്ടാ. അപ്പോൾ ഇതിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, ഇത് ശരിക്കും ആക്ച്വലി ഞാൻ പറഞ്ഞില്ല, എൻ്റെ കയ്യിൽ 30 പോയുള്ളൂ കയ്യിൽ നിന്ന്. അപ്പോൾ അതിന് ഒടുക്കത്തെ വേർത്ത്. ഞാൻ ഓൾറെഡി എനിക്ക് ആപ്പിൾ വാച്ച് ഉണ്ടായിരുന്നു. SE2 ഞാൻ ഓൾമോസ്റ്റ് 2 കൊല്ലം 1.5 കൊല്ലം പ്ലസ് ആയിട്ട് ഞാൻ ഉപയോഗിക്കുന്നുണ്ട്. അതാണ് SE2. ചാർജ് കഴിഞ്ഞാവോ കഴിഞ്ഞോ? ചാർജ് ഉണ്ട്. ഞാൻ ഓണിത് വാങ്ങിച്ചുതരാം. ഇത് സ്ട്രാപ്പ് നോക്കണ്ട കേട്ടോ. സ്ട്രാപ്പ് ഞാൻ വേറെ ആമസോണിൽ തന്നെ വാങ്ങിച്ചിട്ട് ഇട്ടതാണ്. അത് ഇതിനൊക്കെ ഡ്യൂപ്ലിക്കേറ്റ് ഇറങ്ങിയെന്നുള്ളൂ. നിങ്ങൾക്ക് ഇവിടെ നോക്കിയാൽ അറിയാം. ഇത് ആപ്പിൾ വാച്ച് ആണെന്ന് കണ്ട. പിന്നെ LTE എഡിഷൻ തന്നെയാണ് കേട്ടോ. ഇനിയിപ്പോൾ ഇത് കാണിച്ചാൽ ഇതിൻ്റെ ഡ്യൂപ്ലിക്കേറ്റ് ഇഷ്ടം ഇറങ്ങുന്നുണ്ടല്ലോ. ഈ കൂതറ ബോട്ടും ഫയർ ബോട്ട് അങ്ങനത്തെ കുറേ കമ്പനികൾ ഇറക്കുന്നുണ്ട്. അത് വേറെ കാര്യം. എന്താ ഒറിജിനൽ ആണെന്ന് അറിയാം. ഇതാണ് ഏറ്റവും ബെസ്റ്റ് വേ. ക്ലിയർ ആവുക ഉണ്ടോ? ഇത് സഫയർ ക്രിസ്റ്റലൊക്കെയാണ് വരുന്നത്. പിന്നെ നിങ്ങൾക്ക് ഇതിൻ്റെ യൂസർ ഇന്റർഫേസ് പോയി തന്നെ അറിയാം. ഇതാ അതിൽ പിന്നെ സെറ്റിങ്സ് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം. ജനറൽ എബൌട്ട് ഉണ്ടോ? ഇതിൽ 32 GB വരുന്നത്. ഞാനിപ്പോൾ ലേറ്റസ്റ്റ് വോയിസിലേക്ക് അപ്ഡേറ്റ് ചെയ്തു. 10.5 വന്നിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ അതിനുശേഷം ബാറ്ററി ബാക്ക് നല്ലോണം കൂടിയിട്ടുണ്ട്. അത് ശരിക്കും ഒരു 3 ദിവസത്തിന്റെ പ്ലസ് കിട്ടുന്നുണ്ട്. അതെനിക്ക് എന്തായാലും ഇഷ്ടപ്പെട്ടു. ഇത് പക്ഷേ നമുക്കിത് കാണുമ്പോൾ ഭയങ്കര ബൾക്കായിട്ട് തോന്നുന്നെങ്കിലും ഈ സാധനത്തിന് ഒരു വെയിറ്റും ഇല്ല കേട്ടോ. കെട്ടുമ്പോൾ ഒരു വെയിറ്റും ഇല്ല. പിന്നെ ഈ എന്തൊരു ട്രെയിലാണ് ഇതിന്റെ പേര്. ഇതിന്റെ എനിക്കത് കറക്റ്റ് ഓർമ്മയില്ല. അതിന്റെ ബോക്സ് എടുക്കേണ്ടി വരും. ഈ സാധനം ഉണ്ടല്ലോ ഇങ്ങനെ നമ്മുടെ വാൽക്രോ വെച്ച് ഒട്ടിക്കുന്നത്. ഈ സാധനം വാങ്ങിച്ചാൽ മതിട്ടാ. മറ്റേ പ്ലാസ്റ്റിക് സാധനം വാങ്ങിക്കരുത്. അത് ഭയങ്കര അൺകംഫർട്ടബിൾ ആണ്. അത് വാങ്ങിക്കരുത്. ഈ സാധനം വാങ്ങിച്ചാൽ മതിട്ടാ. ഇത് ഭയങ്കര എന്താ പറയാ, ഈസി മാത്രമല്ല ഭയങ്കര കംഫർട്ടബിൾ ആണ്. അപ്പോൾ ഈ സാധനം വാങ്ങിച്ചാൽ മതി. ഞാൻ ആക്ച്വലി ടെമ്പർ ഗ്ലാസ് ഒട്ടിച്ചിട്ടുണ്ട്. പിന്നെ ഇതിന്റെ ഒരു ക്ലിയർ കേസ് റിംഗ്കേടെ ഓർഡർ ചെയ്തിട്ടുണ്ട്. എന്ന് വെച്ചാൽ സ്ക്രാച്ച് സംഭവം വരുന്ന സ്ക്രാച്ച് ഒന്നും വരില്ല എന്നാണ് ആക്ച്വലി കുറേ ഫോറിൻ യൂട്യൂബേഴ്സ് ഒക്കെ അവർ മടിച്ചും എന്നൊക്കെ നോക്കിയിട്ട് കാണിക്കുന്നത്. അപ്പോൾ ഇത് അത്യാവശ്യം നല്ല സാധനമുണ്ട്. അപ്പോൾ ഞാൻ ഈ സാധനം ഉപയോഗിച്ചിട്ട് ഇതിലേക്ക് വന്നപ്പോൾ ഭയങ്കര ഒരു എന്താ പറയുക ഡിഫറൻസ് ആണ് ഫീൽ ചെയ്തത്. എന്താ വെച്ചാൽ ഈ സാധനത്തിൽ ബാറ്ററി ബാക്കപ്പ് ഓൾമോസ്റ്റ് ഒരു 1 day ഒക്കെ കിട്ടുള്ളൂ. ഡിസ്പ്ലേയും ചെറുതാണ്. ഡിസ്പ്ലേ നമുക്കൊരു എന്താ പറയുക ഒരു കർവ്ഡ് ഡിസ്പ്ലേ ആണ്. പിന്നെ അത് ഫുള്ളി എന്താ പറയുക അത്യാവശ്യം നല്ല ഗ്രീസും സംഭവങ്ങളൊക്കെ ഉണ്ട്. പെർഫോമൻസ് ഒക്കെ സെയിം തന്നെയാണ്. ഓൾമോസ്റ്റ് ഡിഫറൻസ് ഒന്നുമില്ല. പക്ഷേ സ്ക്രീൻ ഭയങ്കര ചെറുതാണ്. പിന്നെ ഞാൻ ഉപയോഗിക്കുന്ന വാച്ചാണ് സാംസങ്ങിന്റെ ഗാലക്സി വാച്ച്. എന്ന് വെച്ചാൽ ഞാൻ ലോക്കൽ കൂടുതൽ സാധനമൊന്നും ഉപയോഗിക്കില്ല. എൻ്റെ നോയ്സും സംഭവങ്ങളൊക്കെ നമ്മൾ ഇവിടെ ഇരിക്കുന്നുണ്ട്. കുറേയൊക്കെ ഞാൻ ഓരോരുത്തർക്ക് കൊടുത്തു. പിന്നെ ഉപയോഗിക്കുന്ന ഒരു വാച്ചാണ്. എന്താ വെച്ചാൽ നമുക്ക് ഞാൻ വാങ്ങിച്ചിട്ടുള്ള വാച്ചുകളൊക്കെ തന്നെ പറയുന്നത്. പിന്നെ നമ്മൾ കുറേ എണ്ണം നമ്മുടെ മെയിൻ ചാനലിൽ നമ്മൾ ഗിവ് അവേ ചെയ്യാറുണ്ട്. അങ്ങനെ പോയിട്ടുണ്ട്. ഇതും അമേസ്ഫിറ്റിന്റെ T-Rex വാച്ചാണ്. ഇത് ഞാൻ 16 ഓൾമോസ്റ്റ് 1.5 കൊല്ലമായിട്ട് ഉപയോഗിക്കുന്നത്. കിടിലൻ സാധനമാണ്. നിങ്ങൾക്കൊരു ബഡ്ജറ്റ് റേഞ്ചിൽ 15,000 രൂപയ്ക്ക് ഒരു വാച്ച് സ്മാർട്ട് വാച്ച് നോക്കുന്നുണ്ടെങ്കിൽ അമേസ്ഫിറ്റിന്റെ വാച്ച് നോക്കാൻ മറക്കണ്ട. എന്താ വെച്ചാൽ
കിഡിലൻ സെൻസേഴ്സും അതുപോലെ തന്നെ ഒറിജിനൽ സ്മാർട്ട് വാച്ച് എന്നൊക്കെ വേണമെങ്കിൽ പറയാം. പക്ഷെ ഇതിൽ കോളിംഗ് ഫീച്ചേഴ്സ് ഒന്നും ഇല്ല. പക്ഷേ ഹെൽത്ത് അങ്ങനത്തെ പർപ്പസിനൊക്കെ കിഡിലാണ് അമേസ്ഫിറ്റ്. കോളിംഗ് അവർ ചില മോഡൽസുകളുണ്ട്. ഇത് പക്ഷേ ശരിക്കും ഒരു ജി ഷോക്കിന്റെ ലുക്ക് കണ്ടില്ല. എൻ്റെ ജി ഷോക്കും ഫോസിലിന്റെ വാച്ചൊക്കെ ഉണ്ട്. ഞാൻ ആക്ച്വലി എൻ്റെ ഒരു വാച്ച് കളക്ഷനിലത്തെ ഒരു വീഡിയോ ചെയ്യാനും ഉദ്ദേശമുള്ളത്. നമുക്ക് കുറച്ച് കമന്റ് വന്നിട്ടുണ്ടായിരുന്നു നമ്മുടെ മെയിൻ ചാനൽ അതുപോലെ തന്നെ ഇൻസ്റ്റാഗ്രാമിലും. അപ്പോൾ അത് ഞാൻ വേറെ സെപ്പറേറ്റ് ചെയ്യുന്നുണ്ട്. മിക്കതും മെയിൻ ചാനലായിരിക്കും ചെയ്യാം. അതിൻ്റെ ഒരു ചെറിയൊരു കളക്ഷൻ അതിനുണ്ട്. അപ്പോൾ ഇത് ഒടുക്കത്തെ ബാറ്ററി ബാക്കപ്പ് ആണ് ഈ സാധനം. അപ്പോൾ ഇത് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഇത് ഞാൻ എന്നോ ചാർജ് ചെയ്തത് എനിക്ക് തന്നെ ഇപ്പോൾ ഓർമ്മയില്ല. ഇപ്പോഴും ചാർജ് ഉണ്ട് കണ്ടു. അതാണ് ഇതിൻ്റെ ഒരു ഗുണം. 80% ചാർജ് ഇപ്പോഴും ഉണ്ട്. ഭയങ്കര ഐഡിയൽ ടൈം ആയ സാധനത്തിന്. ഇതും കുഴപ്പമില്ല, ഈ സൈഡ് തന്നെ നിൽക്കുന്നുണ്ട്. അത്യാവശ്യം നല്ല പെർഫോമൻസ് സാധനം തരുന്നുണ്ട്. പിന്നെ നമുക്ക് കോൾ ചെയ്യാനും ഇതിന് ആക്ച്വലി കുഴപ്പമുണ്ട്. ഇത് നിങ്ങൾക്ക് അറിയാം, ഇത് LTE മോഡൽ മാത്രമേ വരുന്നുള്ളൂ. ഇത് LTE മോഡലാണ്. പക്ഷേ ഞാനിപ്പോൾ ഉപയോഗിക്കുന്ന എയർടെലാണ്. അപ്പോൾ എയർടെലിന് സാധനത്തിലേക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റില്ല. നിങ്ങൾക്ക് പോസ്റ്റ് പെയ്ഡ് ആണെങ്കിൽ മാത്രമേ പറ്റുള്ളൂ. അതാണ് എയർടെലിൻ്റെ ഒരു പ്രശ്നം. അത് വൻ ബോർ പരിപാടിയായി പോയി. ഞാൻ എന്താ വെച്ചാൽ ആദ്യം ജിയോ ആയിരുന്നു. ആ സമയത്ത് ഞാൻ ഇതിലേക്ക് ജിയോയിലേക്ക് ഈ സാധനത്തിലേക്ക് പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ഇതിലും സിം കിട്ടും, ഫോണിലും കിട്ടും. അപ്പോൾ ഫോൺ എടുത്തില്ലെങ്കിൽ നമുക്ക് ഇതിൽ കോളും സംഭവമൊക്കെ അറ്റൻഡ് ചെയ്യുന്ന സംഭവമൊക്കെ ചെയ്യാൻ പറ്റുമായിരുന്നു. പക്ഷേ എയർടെൽ ആയതോടുകൂടി ഞാൻ പെട്ടു. ഇനിയിപ്പോൾ ഞാൻ എയർടെലിൻ്റെ നമ്മളന്ന് റേറ്റ് കൂടുന്ന കാര്യം ഞാൻ ഒരു 6 മാസമൊക്കെ എക്സ്ട്രാ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് കാരണം ഇപ്പോൾ പോർട്ട് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അത് പുലിവലി പിടിച്ചു. പിന്നെ എയർടെലിൻ്റെ ഒടുക്കത്തെ കൂതറ സ്പീഡ് സംഭവിക്കുകയാണ്. ഞാൻ ഇതിൻ്റെ ഒരു കമ്പാരിസൺ നമ്മുടെ ഈ ചാനലിൽ എടുത്തിട്ടുണ്ടായിരുന്നു ഒരു 2-3 ദിവസം മുമ്പ്. എയർടെലിന് Jioന്റെ 5G. അയ്യോ ഷോക്ക എയർടെൽ. ഒന്ന് കണ്ടുനോക്കാൻ മറക്കണ്ട കേട്ടോ. അപ്പോൾ നിങ്ങൾ ആപ്പിളിൻ്റെ അൾട്രാ നോക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ ആമസോണിൽ നിന്ന് വാങ്ങിക്കാൻ മറക്കണ്ട. കിഡിലൻ ഡീലാണത്. ഒറിജിനൽ തന്നെ കിട്ടും. നമുക്ക് ലേറ്റസ്റ്റ് ഡിവൈസ് തന്നെ കിട്ടിയത്. ഞാൻ വേണമെങ്കിൽ അതിൻ്റെ ബോക്സ് കാണിച്ചിട്ട് ഞാൻ ബോക്സ് ഇവിടെ വെച്ചിട്ടുണ്ടായിരുന്നു. ഇതാണ് അതിൻ്റെ ബോക്സ് വരുന്നത് കണ്ടോ. ഇതാണ് അതിൻ്റെ ബോക്സ്. ഇതിൻ്റെ നിങ്ങൾക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് നോക്കി കഴിഞ്ഞാൽ അറിയാം. ഒക്ടോബർ 2023 മാനുഫാക്ചർ ചെയ്ത സാധനമാണ് നമുക്ക് അവർ കിട്ടുന്നത്. ഇത് ശരിക്കും ആക്ച്വലി ആമസോൺ ഇതിന് പ്ലാസ്റ്റിക് കോട്ടിംഗ് ഒന്നും ഇല്ല. നിങ്ങൾക്ക് അറിയായിരിക്കും ആപ്പിളിൻ്റെ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ആമസോണിൽ വന്ന സമയത്ത് ചെറിയ ചളിയും സംഭവിക്കുന്നുണ്ടെന്ന് ഞാൻ പക്ഷേ തുടച്ചു കളഞ്ഞു. അപ്പോൾ കുഴപ്പമൊന്നുമില്ല. നിങ്ങൾക്ക് ഇതിൻ്റെ ബാക്ക് സൈഡിൽ നോക്കി കഴിഞ്ഞാലും കാണാൻ കണ്ടു. ഇപ്പോൾ അൾട്രാ 2-ലാണെങ്കിൽ നിങ്ങൾക്ക് ഈ സ്റ്റിക്കർ ഇവിടെ ഉണ്ടാവില്ല. അതാണ് ഡിഫറൻസ്. ബോക്സിൽ വേറെ ഡിഫറൻസും ഇല്ല. ഇത് അൾട്രാ ടൈറ്റാനിയം കേസ് ബ്ലാക്ക് ആൻഡ് ഗ്രേ ട്രെയിൽ ലൂപ്പ്. അതാണ് ഞാൻ നേരത്തെ ഈ സാധനത്തിൻ്റെ പേര് പറഞ്ഞിട്ടാ. ഈ സ്ട്രാപ്പ് വാങ്ങിച്ചാൽ മതി. ഈ സ്ട്രാപ്പ് ഉള്ളത് വാങ്ങിച്ചാൽ മതി. എന്താ എക്സ്ട്രാ വേറെ സ്ട്രാപ്പ് വാങ്ങിക്കാൻ പോയി 5000 രൂപ 900 രൂപയ്ക്കാണ്. 9000 രൂപീസൊക്കെയാണ്. അല്ലെങ്കിൽ എൻ്റെ ഡ്യൂപ്ലിക്കേറ്റ് കിട്ടും. അത് വേറെ കാര്യം. ആമസോണിൽ കിട്ടും. ഇത് ലാർജ് സൈസാണ്. ഇതിൻ്റെ 2-3 സൈസ് അവൈലബിൾ ആണ്. നിങ്ങൾക്ക് അതിൻ്റെ സ്ട്രാപ്പ് സൈസ് ആമസോണിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുക്കാൻ ആരെങ്കിലും ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ നോക്കാൻ മറക്കണ്ട കേട്ടോ. അപ്പോൾ വൺ ഓഫ് ദ ബെസ്റ്റ് ആപ്പിൾ വാച്ച് തന്നെ പറയാം. ബെസ്റ്റ് സ്മാർട്ട് വാച്ച് എന്ന് ഞാൻ പറയില്ല. എന്താ വെച്ചാൽ കുറേ അത്യാവശ്യം നല്ല ഡ്രോബാക്സുകളും സംഭവങ്ങളൊക്കെ ഉണ്ട്. ഞാൻ ആക്ച്വലി കാലത്ത് ത്രെഡ്മില്ലിൽ നമ്മൾ വാക്കിംഗ് സംഭവം ചെയ്യാറുണ്ട്. ഇതിൽ ആക്ച്വലി ത്രെഡ്മില്ലിൽ സാധനം ഡിറ്റക്ട് ചെയ്യില്ല. അങ്ങനത്തെ ഒരു മോഡും ഇല്ല ഇതിൽ ഔട്ട്ഡോർ റണ്ണ്, ഔട്ട്ഡോർ വാക്ക് അങ്ങനെ സംഭവമുള്ളൂ. ത്രെഡ്മില്ലിൽ ചെയ്യുമ്പോൾ സാധനം ഡിറ്റക്ട് ചെയ്യുന്നില്ല. അപ്പോൾ ഔട്ട്ഡോർ റണ്ണിട്ടിട്ട് ഞാൻ ചെയ്ത് നോക്കി, എന്നിട്ടും ഡിറ്റക്ട് ചെയ്യുന്നില്ല. ഞാൻ ഈ ആപ്പിൾ വാച്ചിൽ നോക്കിയിട്ടുണ്ടായിരുന്നു, എന്നിട്ടും ഡിറ്റക്ട് ചെയ്യുന്നില്ല. പക്ഷേ സാംസങ്ങിൽ നമുക്ക് ഇൻബിൽഡ് ആയിട്ട് തന്നെ ത്രെഡ്മില്ലിൻ്റെ ഒരു സെക്ഷൻ ഉണ്ട്. ഈ സാധനം ചാർജ് കഴിഞ്ഞിരിക്കുക ഇതിലുണ്ട്. അപ്പോൾ ഇതുകൊണ്ടാണ് ഞാൻ ട്രാക്കിംഗ് സംഭവമൊക്കെ ചെയ്യാറ്. അപ്പോൾ ഞാൻ എൻ്റെ സാംസങ്ങിൻ്റെ ആപ്പിൽ കാണിച്ചു തരാം. ഇത് നമ്മുടെ S23 ആണ്. ഇപ്പോൾ ഇതിൽ ഞാൻ ആക്ച്വലി മെയിനായിട്ട് സാംസങ് വാച്ചാണ് ഉപയോഗിക്കാറ്. നമ്മുടെ ഈ ഓട്ടം നടത്തം അങ്ങനത്തെ സംഭവം എക്സസൈസ് ചെയ്യുമ്പോൾ ഒക്കെ ഇട്ടാൽ എന്ന് വെച്ചാൽ കറക്റ്റായിട്ട് ആക്യുറേറ്റായിട്ട് കാണിക്കുന്നുണ്ട്. പക്ഷേ ഇതിനങ്ങനെ ഒരു പ്രോബ്ലം ഉണ്ട്. അത് നോട്ടീസ് ചെയ്യാൻ പറയണം. അതെനിക്ക് തീരെ ഇഷ്ടപ്പെട്ടില്ല. എത്ര കാശ് കൊടുത്തിട്ട് അത് ഈ സാധനത്തിനും ഇല്ല. S2 ഉണ്ടായിരുന്നില്ല. ഞാൻ വിചാരിച്ചു ഇതിനെങ്കിലും ഉണ്ടായിരിക്കുന്നു. പക്ഷെ ഇതും അതിനെ എന്താ പറയുക ഡിറ്റക്ട് ചെയ്യുന്നില്ല. അത് വൻ പോറ് പരിപാടിയായി പോയി. ജിമ്മിലൊക്കെ ആൾക്കാർ ഉപയോഗിക്കുമ്പോൾ എങ്ങനെയാണ് അത് ഡിറ്റക്ട് ചെയ്യാന്ന് മനസ്സിലാവില്ല. അത് ഞാൻ 2-3 മോഡൽ ഇട്ട് നോക്കി, എന്നിട്ടും സാധനം ഡിറ്റക്ട് ചെയ്യുന്നില്ല. എൻ്റെ ആ വാച്ചും ഡിറ്റക്ട് ചെയ്യുന്നില്ല. എന്നിട്ടാണ് ഞാൻ സാംസങ്ങിലേക്ക് സാംസങ് വാച്ച് വാങ്ങിച്ചത് നമ്മൾ ഇതിന് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. പക്ഷെ അത് എനിക്ക് ഭയങ്കര തീരെ ഇഷ്ടപ്പെടാത്തൊരു പരിപാടിയായി വിട്ടു. ബാക്കിയെല്ലാം കൊള്ളാം. നമുക്കിതിൽ ECG സംഭവങ്ങളൊക്കെ ഉണ്ട്. അതിപ്പോൾ എൻ്റെ ഇതിൽ വന്നിട്ടുണ്ടാവും, എൻ്റെ ഐഫോണിൽ വന്നിട്ടുണ്ടായിരിക്കും. അത് ഒരു മിനിറ്റ്. ഒരു ലേറ്റസ്റ്റ് അപ്ഡേറ്റ് ഇപ്പം ഒന്നും വന്നിട്ടില്ല. ഇനിയിപ്പോൾ iOS 18 വരുന്നുണ്ടല്ലോ. അതുപോലെ തന്നെ ഇതിൽ ഭയങ്കര വന്നൊരു ഡ്രോബാക്ക് എന്താണെന്ന് അറിയോ? ഇതാണ് അവരുടെ OS-ന്റെ എന്താ പറയുക ആപ്പിൾ വാച്ച് എന്നിട്ട് അതിൻ്റെ അവരെ തന്നെ ഒഫീഷ്യൽസ് ആണല്ലോ. ഇവരുടെ ഈ സാധനങ്ങളൊക്കെ ഭയങ്കര ലോക്കൽ വാച്ച് ഫേസസ് ഭയങ്കര ലോക്കലാണ്. അതെനിക്ക് തീരെ ഇഷ്ടപ്പെട്ടില്ല. ഇത് കണ്ടു മൊബൈൽ സർവീസിലേക്ക് പോകുമ്പോൾ ഇവിടെ കാണിക്കുന്നുണ്ട് ഒരു യുവർ എയർടെൽ അക്കൗണ്ട് ഈസ് നോട്ട് എലിജിബിൾ ടു. അതാണ് മറ്റോടത്തെ പരിപാടി. പിന്നെ നമ്മൾ എന്തപ്പോൾ അത് എടുത്തപ്പോൾ എന്തിനായിരുന്നു മറന്നുപോയല്ലോ. വാച്ച് ഫേസസ് ആണ് എനിക്ക് തീരെ ഇഷ്ടപ്പെടാത്തത്. അതൊക്കെയാണ് അതിൻ്റെ വാച്ച് ഫേസസ് വരുന്നത്. പക്ഷെ ബോറ് വാച്ച് ഫേസസ് എല്ലാം സത്യം പറയാമല്ലോ, ബോറ് വാച്ച് ഫേസസാണ്. അതും അധികം നമുക്ക് ഡൗൺലോഡ് ചെയ്യാൻ കിട്ടില്ല. പിന്നെ ഡൗൺലോഡ് ചെയ്യണമെങ്കിൽ തന്നെ കാശ് കൊടുക്കണം. അത് ഭയങ്കര ബോറ് പരിപാടിയായി പോയി. ഇതാണ് ഇപ്പോൾ അവരുടെ ന്യൂ OS അപ്ഡേറ്റ് വന്ന സ്ഥിതിക്കുന്നുണ്ട്. വാച്ച് ന്യൂ ഇൻ
നോയ്സ് സ്റ്റോറി ആപ്പ് സ്റ്റോറിനൊക്കെ കാണിക്കുന്നുണ്ട്. അതിൽ വലിയ കാര്യമൊന്നുമില്ല. ഇതിപ്പോൾ കുറച്ച് കാലമായി വന്നിട്ട് ഞാൻ അതിൽ ഇൻസ്റ്റാൾ ചെയ്തപ്പോഴും നമ്മൾ വീഡിയോ ഇട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതാണ് ഞാൻ ആക്ച്വലി മെയിൻ വീഡിയോ പർപ്പസ് എടുക്കാനുള്ള കാരണം. നിങ്ങൾക്ക് ഇങ്ങനത്തെ ഒരു ഡീൽ ആക്ച്വലി ആമസോണിൽ കിട്ടുന്നുണ്ട് കേട്ടോ. അത് നോക്കാൻ മറക്കണ്ട. നല്ല കിടിലൻ ഡീൽ തന്നെ വേണമെങ്കിൽ പറയാം. പ്രത്യേകിച്ച് നിങ്ങൾക്ക് ഇപ്പോൾ എന്താ പറയുക, ആമസോൺ വെബിൽസ് അത്യാവശ്യം എന്തെങ്കിലും ക്യാഷും സംഭവമൊക്കെ എടുക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ല ഡീലിൽ ഈ സാധനം വാങ്ങിക്കാം. എന്ന് വെച്ചാൽ വെറുത്താണ് ഈ പ്രൈസിന് ഈ സാധനം വെറുത്താണ്. പക്ഷേ 80,000 രൂപയ്ക്കും 60,000 രൂപയ്ക്കും ശരിക്കും വെറുത്തല്ല. പക്ഷേ നമുക്ക് ഞാൻ പറഞ്ഞല്ലോ അതിൽ എമൗണ്ട് സംതിങ് ഒക്കെ ഉണ്ടെങ്കിൽ അതേപോലെ തന്നെ എന്തെങ്കിലും ക്യാഷ് ബാക്ക് സംഭവമൊക്കെ കിട്ടത്തിട്ട് നിങ്ങൾക്ക് വാങ്ങിക്കാം. അതിനിപ്പോൾ തൽക്കാലത്തേക്കൊന്നും ഓഫർ ഇല്ലെന്ന് തോന്നുന്നുണ്ട്. വാങ്ങിക്കുകയാണെങ്കിൽ സ്ഥലം കിടിലുണ്ട്. ഒരു 40 മാക്സിമം പോയി കഴിഞ്ഞാൽ സാധനം വാച്ച് കിടിലാണ് സാധനം ഉണ്ടാകും. പിന്നെ എനിക്ക് ആക്ച്വലി ഇത്ര വലിയ വാച്ചുകൾ ഇഷ്ടമാണ്. അപ്പോൾ അതാണ് വൺ ഓഫ് ദി മെയിൻ റീസൺ. ഇപ്പോൾ ഇതിൽ നിങ്ങൾക്ക് കാണുന്നുണ്ടായിരിക്കും ഇതൊരു അവരുടെ ഒരു വാച്ച് ഫേസ് ആണ്. ഇതിൽ നിങ്ങൾക്ക് അറിയിക്കും ഇത് ഓൾവേസ് ഓൺ ഡിസ്പ്ലേ ഉണ്ട്. SC2 അത് ഉണ്ടായിരുന്നില്ല. ഇതിൽ നമുക്കൊരു ഈ മുകളിൽ തന്നെ നമുക്ക് കണ്ടോ ക്യാമറ നടത്തി കഴിഞ്ഞാൽ നമുക്ക് ഇതിൽ ഓട്ടോമാറ്റിക്കലി സാധനം ഓൺ ആവും കേട്ടോ. ഇതിൽ കൂടെ നമുക്ക് കൺട്രോൾ ചെയ്യും. നമുക്ക് വാച്ചിലും കാണുന്നുണ്ടിരിക്കും കേട്ടോ. അതാണ് വ്യത്യാസം വരുന്നത്. ഭയങ്കര ഈ ആപ്പിൾ പ്രൊഡക്ട്സ് നമുക്ക് അറിയിക്കാം. ആപ്പിൾ പ്രൊഡക്ട്സ് തമ്മിൽ ഭയങ്കര ഒരു കമ്മ്യൂണിക്കേഷനാണ്. അത് കിടിലനാണ്, അത് പറയാണ്ടിരിക്കാൻ പറ്റില്ല. പക്ഷെ ഇങ്ങനെ കുറെ ഡ്രോബാക്കുകൾ സംഭവമൊക്കെ ഉണ്ട്. അതാണ് മെയിൻ പ്രോബ്ലം. അപ്പോൾ എന്തായാലും നമുക്ക് വൈൻഡപ്പ് ചെയ്യാൻ. നമ്മുടെ 2 ചാനൽ മാത്രം പോയി കണ്ടു സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ഫ്രണ്ട്സിലേക്ക് നമുക്കൊന്ന് ഷെയർ ചെയ്യട്ടെ. എന്തെങ്കിലും സംശയങ്ങളിലേക്ക് എൻ്റെ കമന്റ് ചെയ്യാൻ മറക്കണ്ട. നമ്മളെല്ലാ കമന്റ് കൊടുക്കുന്നതാണ്. അപ്പോൾ അടുത്ത കാണാം. ബൈ.